43 ടേക്കോളം 43rd ടേക്ക് അത് ഓക്കെ ടേക്ക് ആ ഷോട്ട്. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് തുടങ്ങി ഒരു വൈകുന്നേരം വരെ എനിക്ക് തോന്നുന്നു സെറ്റിലുള്ള പൃഥ്വിരാജ് ഉൾപ്പെടെ എല്ലാവരും ആ ഒരു ഷോട്ടിന് വേണ്ടി അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. 500 മണിക്കൂർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പടം. 500 സാറിന് ഒരു മലയാളം പടം ഗ്രേഡ് ചെയ്യാനായിട്ട് 150 മണിക്കൂർ മതി. ഇപ്പം ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലും പിന്നെ ഇടവേളയിലും പോസ്റ്ററുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആട് ജീവിതം എന്ന് കൃത്യമായിട്ട് നജീബിന്റെ മനസ്സിലാകുന്ന ഒരു ഷോട്ട് ഉണ്ട്. അയാൾ ഒരു തൊട്ടിയിൽ ഇങ്ങനെ നോക്കുന്ന കണ്ണിലൊരു തരം ഒരു ചെറിയ തിളക്കം വരുന്ന ഒരു സീൻ. അപ്പം അതിൻ്റെ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു സീനാണ് എന്നുള്ള രീതിയിലാണോ, അതോ ലൈക്ക് ഒരു നജീബിന്റെ ഇത് ലൈഫ് ഷൂട്ടിംഗ് മാത്രമല്ല, ഡിസ്കഷനിൽ തന്നെ ബ്ലസ്സിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് മൃഗങ്ങളുടെ കണ്ണുകൾക്കിടയിൽ മൃഗങ്ങളായിട്ട് നജീബ് മാറുക, കണ്ണിലൊരു തിളക്കം വരിക എന്നുള്ളതാണ് ബ്ലസ്സിയുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതേപോലെ നമ്മളത് അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്ത് അതിന് ഒരു കണ്ണിലൊരു തിളക്കം കൊടുത്ത് രാജുവിനൊക്കെ ഒന്ന് ടോൺ ചെയ്ത് അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ആണത് ചെയ്തത്. പുള്ളിയുടെ മൃഗമായിട്ട് മാറുന്നതായിട്ടൊരു സീനത്. യെസ്. ഇപ്പം ക്യാമറ പേഴ്സൺ എന്നുള്ള നിലയിൽ എല്ലാ സീനുകളിലും ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ എലമെന്റുകൾ ഉണ്ടായിരിക്കും. എന്നാലും എടുത്തു പറയാവുന്ന, ഇപ്പം നമ്മൾ കുറേ വർഷത്തിന് ശേഷം നമ്മൾ ചെയ്തൊരു വർക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഫ്രെയിം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളൊരു ക്രിയേഷൻ ഏത് ഷോട്ടായിരിക്കും? ഏറ്റവും അത് എനിക്ക് തോന്നുന്ന നജീബ് റോഡ് ഫൈൻഡ് ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നമ്മൾ കഷ്ടപ്പെട്ടെടുത്തതും വിഷ്വലിയും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഷോട്ട് അതായിരുന്നു. ഏറ്റവും കൂടുതൽ ടേക്ക് ഒക്കെ പോയത് ഒരു 43 ടേക്കോളം 43rd ടേക്ക് അത് ഓക്കെ ടേക്ക് ആ ഷോട്ട്. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് തുടങ്ങി ഒരു വൈകുന്നേരം വരെ എനിക്ക് തോന്നുന്നു സെറ്റിലുള്ള പൃഥ്വിരാജ് ഉൾപ്പെടെ എല്ലാവരും ആ ഒരു ഷോട്ടിന് വേണ്ടി അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. എന്താണെന്ന് പറയുന്നില്ല, സ്പോയിലർ ആയതുകൊണ്ട്. ഇപ്പോൾ നജീബിൻ്റെ മുൻപത്തെ ഒരു ലൈഫിനെ കാണിക്കുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെയിലറിൽ നമുക്ക് കാണാം വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഒരു പച്ച എന്നുള്ളൊരു നിറത്തിന് ഭയങ്കര ഇതുണ്ട്. ഇപ്പുറത്തെത്തും കാരണം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പം ഈ നാട്ടിലെ ഷോട്ടുകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തരം എന്താ പറയുക, നമുക്കൊരു ഭയങ്കര നനവ് ഫീൽ ചെയ്യണം കാണുന്നവർക്ക്. അത് നിങ്ങൾ ആദ്യമേ ഡിസൈഡ് ചെയ്തതാണോ, അതോ തിരക്കഥയിലേ ഉണ്ടായിരുന്നോ, അതോ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത്തരം കോൺട്രഡിക്ഷൻസ് ഉണ്ടല്ലോ? അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്ത മോഹൻ സാറായിരുന്നു, കെ മോഹൻ സാർ, ഈ കേരള പോർഷൻ. അപ്പം അത് സാറാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ ഗ്രേഡ് മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ അതിൽ. പിന്നെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തത് മറ്റേ പ്രിയ സേത്ത്. ഷീസ് ഓൺലി ക്യാമറ വുമൺ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ. ട്രീറ്റ്മെൻറ്റ് ചെയ്യണം നമ്മളൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് 2 വീക്സ് ആ സ്വിമ്മിംഗ് പൂൾ നമ്മുടെ കയ്യിൽ വേണം. ഫസ്റ്റ് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് 3 ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റിന് ശേഷം ക്യാമറ അകത്തിറക്കി കഴിഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റിക്ക് വേണ്ടി സാധാരണ ഇവിടെ ഒന്നും ആരും അങ്ങനെ ചെയ്യാറില്ല. പുള്ളിക്കാരാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്. പിന്നെ അത് ഷൂട്ട് ചെയ്ത സ്വിമ്മിംഗ് പൂൾ അത് നല്ല ഗ്രേഡിൽ നല്ല പണിയെടുത്തിട്ടുണ്ട്. അത് ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ ഉള്ളിലിട്ട് അതെല്ലാം പോസ്റ്റ് പരിപാടിയാണ്. പോസ്റ്റ് ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ട്. ഗ്രേഡിങ്ങിലാണ് ഇപ്പോൾ എനിക്ക് അത് അധികമായിട്ട് പറയാൻ പറ്റുക. ഗ്രേഡിങ്ങിൽ നമ്മളിത് ടോട്ടലി ഇപ്പുറത്ത് വരുമ്പോൾ ഭയങ്കര ഡ്രൈ ലുക്കും, ഇവിടെ വരുമ്പോൾ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ചെറിയൊരു ഒരു കോൾഡ് ഒക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ അങ്ങനെ, എസ്പെഷ്യലി ആ ട്രെയിൻ വരുന്ന സീക്വൻസിലൊക്കെ അങ്ങനെ നമ്മൾ ഗ്രേഡ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു കോൺട്രഡിക്റ്റ് ചെയ്യാനായിട്ട് രണ്ടിനും. 2 ഇയേഴ്സായി ഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ തുടക്കത്തിലിട്ട പ്ലഗിനും കാര്യങ്ങളൊക്കെ മാറി 6 മാസം കൂടുമ്പോൾ പുതിയ പ്ലഗിൻസും കളർ സയൻസും എല്ലാം അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഫസ്റ്റ് ചെയ്ത ഗ്രേഡ് നമ്മളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം പുതിയ ടെക്നോളജി വന്ന് അത് മൊത്തം പൊളിച്ച് വീണ്ടും രണ്ടാമത് ഗ്രേഡ് ചെയ്യും. എനിക്ക് തോന്നുന്നത് അതുപോലെ ഒരു 6-7 ഐറ്ററേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന ഫൈനലോട്ട്. ഗ്രേഡിങ്ങും ചെയ്തത് അല്ല, എൻ്റെ കൊളീഗായിരുന്നു. ഞാനും വൈശാഖ ഗ്രേഡ് ചെയ്തത്. വൈശാഖ് എൻ്റെ കൊളീഗായിരുന്നു. ഞാനും വൈശാഖും ചെന്നൈയിൽ ഒന്നിച്ചായിരുന്നു. വൈശാഖ് ഇപ്പോൾ വൺ ഓഫ് ദി ടോപ്പ് കളേഴ്സ് ഇൻ ഇന്ത്യ. 500 മണിക്കൂർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പടം. 500 സാറിന് ഒരു മലയാളം പടം ഗ്രേഡ് ചെയ്യാനായിട്ട് 150 മണിക്കൂർ മതി. 500 മണിക്കൂർ ഗ്രേഡ് ചെയ്തത് 590 സംതിങ് ആണ് ബില്ല് വന്ന്. ലെയറുകളെന്ന് പറഞ്ഞാൽ ഗ്രേഡിൻ്റെ ലെയറുകളൊക്കെ പരസ്യം ചെയ്യുന്നവരെ നമ്മൾ ചെയ്തേക്കുന്നത്. ഓരോ ആഡൊക്കെ സാധാരണ സിനിമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് പോകുള്ളൂ. നമ്മളിതെല്ലാം ലെയറായിട്ട് ഇവൻ നജീബിൻ്റെ മുഖത്തൊക്കെ ഒരുപാട് മേക്കപ്പ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മേളിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതും ചെയ്തിട്ടുണ്ട്. ഫേസ് റിഫൈൻമെൻറ്റ്, കുറേ പുതിയ പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഡിഫറൻസ് ഭയങ്കരമായിട്ട് മനസ്സിലായി അത് മനസ്സിലാവാനായിട്ട് നമ്മൾ അതിനകത്ത് ഈ ഫേസ് റിഫൈൻമെൻറ്റ് കുറേ പ്ലഗിൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒരു ഇത് കൂട്ടാനായിട്ട് അതിൻ്റെ ഒരു ഹാർഷ്നെസ് കൂട്ടാനും അതിൻ്റെ ഒരു റഫ്നെസ് കൂട്ടാനൊക്കെ കുറേ പ്ലഗിൻസ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആ ക്ലോസപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. രഞ്ജിത്ത് നല്ല ഗംഭീരമായിട്ട് രഞ്ജിത്ത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഈ സപ്പോർട്ട് എടുത്തപ്പോൾ കുറച്ചുകൂടെ ബിലീവബിൾ ആയി നന്നായിട്ട്. പക്ഷേ ആ ക്ലോസപ്പ് ഷോട്ടുകൾക്ക് അതിൻ്റെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം സ്റ്റാർട്ടിങ്ങിലെ തൊട്ട് ക്ലോസപ്പ് ഷോട്ടുകൾ ഉണ്ടല്ലോ, നാട്ടിലെ ലൈഫ് തൊട്ട് ആ വ്യത്യാസം ഇങ്ങനെ മനസ്സിലായി വരുന്നത്. എനിക്ക് തോന്നുന്നു ബിഗിനിങ്ങിലുള്ള ക്ലോസപ്പ് ഷോട്ടൊക്കെ വരുമ്പോൾ ടെലി ലെൻസിലും അങ്ങനെയൊക്കെ വന്നു പുള്ളി ഒന്നുകൂടെ ബൾക്കി ആയിട്ട് കാണിക്കണം. 2 നമ്മൾ എൻഡ് വരുമ്പോഴത്തേക്കിനും
ലെൻസ് ഇങ്ങനെ ചുരുങ്ങി 18 അങ്ങനെയൊക്കെ വൈഡ് കുറച്ചുകൂടെ മെലിയിക്കാനായിട്ട് ഫീൽ ചെയ്യിക്കാനായിട്ട് ക്ലോസപ്പ് ഒക്കെ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ.